അതെ BCZ ലീഡർ വന്നിട്ടുണ്ട്. ഹലോ ആരെങ്കിലും നീ ഒന്നിങ്ങ് വന്നേ. ഇതാണോ ഡ്രേക്ക്? കഴ കൂടുതലാട്ടോ കാര്യം പറയല്ലേ. വേറെ ഒന്നും കുഴപ്പമില്ല. എനിക്ക് ഞാൻ കേട്ടത് വെച്ച് അവൻ ജാസിനോട് കൊണച്ച കൊണക്കല എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അതന്നെ നമ്മൾ അവനോട് ചോദിക്കുമ്പോ അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. അവനെ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പൊ നമുക്കറിയാലോ. അതായത് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇപ്പൊ ലൈക്ക് അങ്ങനെ ഇനിയിപ്പോ അറിയാതെ അവൻ കേട്ടിക്കണമെങ്കിൽ അത് ശരി, അവർ തമ്മിൽ സംസാരിച്ച് ഇതാക്കട്ടെ. എല്ലാരും അങ്ങനെ പറഞ്ഞു. ഞാൻ അതല്ലേ ആലോചിച്ചോണ്ടിരിക്കുന്ന. ഞാനങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. അറിയാലോ. ഇല്ലടാ ഇല്ലടാ ഞാൻ ചെയ്യത്തില്ല. നീ വള്ളി പിടിച്ചിട്ടില്ല രാത്രി? രാത്രി നീ വള്ളി പിടിച്ചിട്ടില്ല? ഇല്ല, ഞാൻ വള്ളി പിടിക്കണമെങ്കിൽ ഞാൻ വന്ന് പിടിക്കും. ആരെങ്കിലും ഹലോ കിച്ചു തല്ലാണോ? ഞാൻ തല്ല. ഞാൻ കിച്ചോടുത്ത് സംസാരിച്ചോട്ടാ. ആ അതെ, ഒന്ന് പുറത്തേക്ക് വന്നാ സംസാരിക്കാൻ. ലീഡറിന്റെ അടുത്ത് BCZ-ന്റെ. ഞാൻ പുറത്ത് ഇവിടെ ഉണ്ട് ആർക്കൊക്കെ. എടാ ഇനിയിപ്പോ ഞാൻ ലൈറ്റ് ആവാണെ നിങ്ങൾ വിട്ടോട്ടോ. ആ ലീഡറെ കൈവക്കിക്കോ. ബാപ്പുവാ മാണ്ടൊക്കെ നടന്നു കിട്ടും. എന്താ പരിപാടി? എന്തിന് കൺസൈൻമെന്റ് ചല്ല് പുല്ലുപോലെ തീരൂലേ? പെട്ടെന്ന് പാ. നമ്മളടിച്ചെടുത്ത് ഓ ആരെടുത്താ സംസാരിക്കേണ്ടി? എവിടെ? ഹലോ, ഇതെവിടെയാണ്? ഇതാരാ? എടാ ഇത് ഞാൻ ഇപ്പഴാ പറയാനില്ല രാജുഭായി, നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. എടാ നീ എവിടെ? നീ ഇതെവിടെ? എന്റെ മുമ്പിലിട്ട ആളാ നീ അവിടെ കിടക്ക. ഞാൻ കണ്ടേ, എന്റെ ഇതാ ഇപ്പഴാ കണ്ടേ. സീരിയസ്ലി കൊന്നടാ, കൊന്ന്. സംസാരിക്കാൻ വന്നാണ്. സംസാരിക്കില്ലടാ, മനപ്പൂർവ്വം കാർ ഇടിച്ച് വീഡിയോ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ആ മനസ്സിൽ വിട്ട് ഞാൻ പ്രശ്നം പറഞ്ഞല്ല ബ്രോ. നീ കൊറേ നേരമായിട്ട് സംസാരിക്കാൻ വന്നില്ല. സമാധാനത്തിൽ അതല്ല ഒരു കാര്യം പറയട്ടെ ബ്രോ. നീയാണ് കൊറേ നേരം പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ അത് സമാധാനപ്പെടും. ഞാൻ മനഃപൂർവ്വം ഇടിച്ചെടുത്ത് പറഞ്ഞില്ലല്ലോ ബ്രോ. കണ്ടില്ലെന്ന് പറഞ്ഞല്ലേ? ആ വെടിവെച്ചിട്ടാണോ പറയണേട്ടോ? ഇപ്പൊ കൊറേ നേരം അല്ല, അതാണ് മറ്റേതാണ് ഡ്രേക്ക്. എനിക്ക് ഡ്രേക്ക് ചെയ്താ അതാ നോക്കണേ. അല്ല മറ്റേ സോറി ഏട്ടാ, എന്റെ കണ്ടിട്ടില്ല ഇത്. ബ്രോ സത്യമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇവനെ മാത്രമേ കണ്ടുള്ളൂ. ജാസി ഉണ്ട്. അല്ല ഡ്രേക്കും കൂടി പറഞ്ഞ ഞാൻ നിങ്ങളെല്ലാം വിളിച്ചാ ബ്രോ. ഞാൻ കുണ്ണയൊക്കെ വെറുതെ വിടലെന്നാണ് അവൻ പറഞ്ഞത്. എനിക്കും പറയാൻ അറിയാം ബ്രോ.
റൈക്കൊക്കെ എണ്ണയുമല്ലേ അവിടെ ഒക്കെ. ഇപ്പൊ ഇവിടെ സമാധാനത്തിലാണ് മനസ്സിലാക്കണം, മനസ്സിലായോ ബ്രോ? അതുകൊണ്ട് നീ ഉച്ചയ്ക്ക് പിള്ളേരെ അടിച്ചിട്ടില്ലേ സമാധാനം എന്താ പറയുന്നത്? കൂടുതൽ വേണ്ട. നീ ഉച്ചയ്ക്ക് പിള്ളേരെ അടിച്ചിട്ട് നീ എന്താ സമാധാനം പറയുന്നത്? ഉച്ചക്ക് ആരടിച്ചിട്ട് ചുമ്മാ അന്റെ പേരല്ലേ ബ്രോ? വണ്ടി എന്റെ വണ്ടി ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഇവിടെ സിറ്റി. അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്, മനസ്സിലായോ? മോനെ, നീ 2 ദിവസം മുമ്പേ നീ കാണിച്ച ഫോൺ നിന്റെ അടുത്തുള്ളൂ. സേഫ് സൗണ്ട് റിപ്പയർ ഷോപ്പിൽ നമ്മളടുത്തൊന്ന് ചൊറിഞ്ഞത് ഞാൻ ഓർമ്മ ചെയ്തിട്ടുണ്ടെ കുണക്കി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ വണ്ടി ഒന്ന് മനസ്സിലായോ? നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കാൻ വന്ന വണ്ടി അപ്പൊ മാന്യത തൂക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ മാന്യത നിങ്ങൾ കാണിക്കാൻ വിളിച്ചിട്ടാണോ സൗകര്യമില്ല. എടാ നീ വാടച്ചെന്നു ഒരു മിനിറ്റ് വാടച്ചെ നീ വാടച്ചെ വാടച്ചെ നീ വാടച്ചെ വാട നീ വാടച്ചെ കണ്ണേ നിങ്ങൾ ഒരിടത്തില്ലടാ എടാ വാടടാ ഗണ്ണേമ വാടച്ചാതി അനങ്ങാതില്ല അനങ്ങാതില്ല വന്നിട്ടുണ്ട്. ഫിയറല്ലേ ഇവന് എവിടെ പോണു ഇവിടെ സംസാരിക്കാൻ വിളിക്കണോണ്ടാണ് നിന്റെ അടുത്ത് നിന്നെ ഇപ്പൊ അടിക്കൂ എന്തൊരു ഹോസ്റ്റേജ് ഗണ്ണേമാണോ ഇങ്ങോട്ട് നീ ഹോസ്റ്റേജ് ആണോ മോനെ? നീ പറയേണ്ട ആവശ്യം ദൈവമേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്നത് ഇതൊക്കെ വിളിക്കേണ്ട കാര്യം എന്താണ്? നിന്നെ വിളിച്ചിട്ടില്ല ഇവിടെ ആരും, നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല, നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല, സംസാരിക്കട്ടെ ദൈവം സംസാരിക്കട്ടെ. നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല. MRCയുടെ ആൾക്കാരുടെ ഞാനിവിടെ ക്രിക്കറ്റ് കളിക്കാനല്ല നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ബാക്കിയുള്ളവർ ദയവ് ചെയ്ത് സംസാരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ MRCയുടെ ആൾക്കാർക്ക്? ഓക്കെ. സോ ഡ്രേക്ക് ബ്രോ, ഒറ്റ കമാൻഡേ ഉള്ളൂ. ബ്രോ ഇവിടെ എന്തിന് വന്നു എന്നുള്ള ആർക്കും എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ വരുന്ന സമയത്ത് ബ്രോനെ ഗൺനെയിം ചെയ്യുന്നുണ്ട്. ഗൺനെയിം ചെയ്ത് കഴിഞ്ഞാൽ ഫിയർ കാണിക്കണം. ഫിയർ കാണിക്കാൻ മനസ്സിലായോ? ആ നമ്മള് സംസാരിക്കാനാണ് വിളിച്ചത്. അപ്പൊ നമ്മൾ പറയുമ്പോ ഉണക്കരുത്. ലീഡറെ അറിയാതെ ഇടിച്ചു കയറ്റിയതാണ് അത് പറഞ്ഞ ട്രിഗറായി. അതാണ് ഇപ്പൊ അറിയാതെ പുറത്തുനിന്ന് വണ്ടി ഞാൻ വെറുതെ എഴുതിയാ വെറുതെ എഴുതിയാ ഒന്നൊന്നായിട്ട് സംസാരിക്കും. ഇതിപ്പോ നമുക്ക് നമ്മളത് നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കാൻ വേണ്ടിട്ടാണ്. രണ്ട് സൈഡൊന്നും നല്ല ട്രിഗറാണ്. ഇതിപ്പോ നല്ല രീതിയിൽ അല്ലല്ല അതല്ല, അവരെ മാത്രം നിർത്തിയിട്ട് സംസാരിക്കായിരിക്കും ബെറ്റർ. എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. എല്ലാരും പടം നിൽക്കുമ്പോൾ അലമ്പുണ്ടാവും, ഒന്നും കേൾക്കത്തൂല. ആരും സംസാരിക്കില്ല ഇവിടെ, ആരും ഇല്ല. നമ്മുടെ കോ ലീഡേഴ്സും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും മിണ്ടത്തില്ല. അല്ല ജാസ് ഒരു മിനിറ്റ് മേക്ക ജാസ് നമ്മളെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ജാസി ആയിട്ട് ഇവന്റെ സിറ്റുവേഷൻ അത് തന്നെ ഞാനതാ പറഞ്ഞത്. ഇവൻ ചില്ലറല്ല, ഇവന് ഇവൻ ഏതോ ഫാമിലി കളിച്ച കഥയും മറ്റേ കഥയും പറയേണ്ടത് പണ്ടത്തെ മാക്കിനോട് പറയണായിരുന്നു. ഇപ്പോഴത്തെ മാക്കിനോട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ടൊന്നും പറയാൻ വന്നോ? എടാ നീ പേടിച്ചോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചില്ല, മനസ്സിലായോ? നീ ആരെ പേടിച്ചോ ഇല്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ല, മനസ്സിലായോ? അയ്യോ നിന്റെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ല വിളിച്ചത്, മനസ്സിലായോ? അയ്യോ ആ ലീഡറിനെ അങ്ങ് മാറ്റിക്കാണ്. നീ വന്നേ മോനെ, നീ ഒരു കാര്യം ചെയ്യ്. നീ എന്താ തന്നെന്ന് പറഞ്ഞ ആരും ഇല്ല. നീ ഒന്ന് ഒരു 2.5 മണിക്കൂർ ഞാൻ പറയാറുണ്ട് നിനക്ക് സംസാരിക്കാൻ നീയല്ലേ. നിന്നെ ഇങ്ങനെ വിളിക്കാൻ കൊണ്ടുവരാൻ താല്പര്യമില്ല നമുക്ക്, മനസ്സിലായോ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല, മര്യാദയ്ക്ക് സംസാരിക്കാം. നിന്റെ പേര് എന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടിരുന്നത്.
നീയാണോടാ ഡ്രൈക്ക്? ഞാൻ തന്നെ ഡ്രൈക്ക്. എന്ത് നീ ഇവനോട് എന്താ ചെയ്തത്? ഞാൻ തന്നെ ഡ്രൈക്ക്. അല്ല പാപ്പ ഇടിക്കല്ലേ അവൻ ചാവും ഇടിക്കല്ലേ അവൻ ചാവും അവന്റെ ലീഡറാണ് നടക്കുന്നത്. അവനോട് സേഫ് സോണാ? എടാ ഇനി ഹോസ്റ്റേജിന് എന്തോന്ന് സേഫ് സോണ്? ഓക്കെ ഇവനങ്ങനെ ചുമ്മാ വിട്ടുതരാൻ പറ്റൂല. ഇവൻ നമ്മളെ ഗ്യാങ് ഇവനെങ്ങനെ പോകൂല. ഇവനെ ഞാൻ സംസാരിക്കാൻ വിളിച്ചാ. ഡയലോഗ് അടിച്ചിട്ട് ഇവൻ 2 കാലം എന്തായാലും പോകൂല. അല്ലാതെ ഞാൻ വന്നെടുത്തോളാം. അവനിപ്പോ സംസാരിക്കാൻ വിളിച്ചാ. ഇവൻ നമുക്കുള്ള ഇന്നത്തെ മീലാണ്. ജംഷി ബ്രോ, നിങ്ങളോട് നിങ്ങളെ ഫാമിലിയോട് നമുക്ക് ഒരു പ്രശ്നമില്ല. ജംഷി ബ്രോ ഒരു മിനിറ്റ്. ഫാമിലി ആയിട്ട് നിങ്ങളെ ഗ്യാങ് ആയിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ സംസാരിച്ച ഇവനെ നമ്മൾ വെറുതെ ഇവിടുന്ന് 2 കാലിൽ പുറത്തേക്ക് വിടൂല. ഈ MRCന്റെ ഗ്യാങ് ഹൗസിൽ വന്നിട്ട് ഇവൻ ഡയലോഗ് അടിച്ചിട്ട് ഇവൻ അങ്ങനെ 2 കാലിൽ ഇടുന്ന് പുറത്തേക്ക് പോകൂല ബ്രോ. പക്ഷെ ഇപ്പൊ ഷെമീറ ഞാൻ എന്താ പറയുന്നറിയോ? സംസാരിക്കാൻ വിളിച്ച നമുക്കൊരു മാന്യത ഉണ്ട്. നമ്മൾ അതുകൊണ്ടാ നിങ്ങൾ പൊക്കോ ഇവനെ ഞാൻ എടുത്തോളാം. പൊക്കോ അവനെ വെറുതെ അവനെ കൊണ്ടു. ബ്രോ സോൾവ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇവിടെ വന്ന് അപരാധം സംസാരിച്ചിട്ട് പോകില്ല. അവര് സംസാരിക്കട്ടെ. നമ്മളാരും കൂടെ സംസാരിക്കണ്ട. ലീഡറിനെ ഇടിക്കാതെ അവ ആരും അടിക്കുന്നേ അത് അറിയാതെ തട്ടിയതായിരിക്കും ബ്രോ. നോക്കണ്ട, കൂട്ടത്തില് അടിക്കുന്ന മതി അവൻ കൊണ്ടുപോട്ടെ. അവര് ലീഡർ കൊണ്ടുപോട്ടെ. അവ അടിക്കുന്നതാ. ഇവിടെ മോനെ ഇവിടെ ജംഷി വിട്ടോട്ടാ. ഇവനെ പാർസലാക്കി അയച്ചോളാം. ജംഷി വിട്ടോ. ജംഷി ബ്രോ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ ഗ്യാങ്ങിലിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലവേദനയാക്കരാ. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ എടുക്കണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. മനസ്സിലായോ? കാണിച്ചു തരാം. കാണണം നിനക്ക്. ഇനി നാവ് 4 കഷ്ണാക്കും. അതിന് സംസാരിക്കല്ലേ?